വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് പിസ്ത ഷെല്ല് വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കുകയാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 പിസ്ത ഷെല്ല് നമ്മൾ എങ്ങനെയാണോ അത് പൊളിച്ചെടുത്ത് അതുപോലെ തന്നെ തിരിച്ചൊട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ നല്ലപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് അതുപോലെ ഒട്ടിച്ചെടുക്കാവേ. ഇതുപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. എൻ്റെത് കറക്റ്റായിട്ട് വലിപ്പ വ്യത്യാസം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ചിലതൊന്നും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീനും യെല്ലോവും വൈറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗ്രീൻ കളർ കിട്ടും. ആ ഗ്രീൻ കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് സെക്യുലൻ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ സെക്യുലൻ്റ് പ്ലാന്റിൻ്റെ കളർ ഈ ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ എന്നെപ്പോലെ എളുപ്പം കഴിയണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. എനിക്ക് തോന്നുന്നു സിംഗിളായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ പെർഫെക്ഷനോട് കൂടെ കിട്ടുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു വൃത്തിയിൽ കുറവായിരിക്കും. അപ്പോൾ ഞാനപ്പം അബദ്ധത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സിംഗിളായിട്ട് എടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്ത്, അതായത് അറ്റത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലല്ല, അറ്റത്ത് മാത്രം ഒന്നിങ്ങനെ ചെറിയൊരു ബ്രഷ് വെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. 0.1 അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇങ്ങനൊരു ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ആദ്യം സെൻറ്ററിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഷേപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. എല്ലാം ഞാൻ നല്ല പോലെ അതിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിതൊരു പോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പേപ്പർ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പല ടൈപ്പ് സെക്കൻഡ് പ്ലാന്റ് നമുക്ക് ചെയ്തെടുക്കാം. യെല്ലോ മേളാക്കിയിട്ട് അങ്ങനെ പല ടൈപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.